പല കാരണങ്ങൾ കൊണ്ടും ഫോണിലെ ഇൻ്റർനെറ്റിൻ്റെ വേഗത കുറയും. അതിപ്പോൾ ഫോണിൻ്റെ ഹാർഡ്വെയറിൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ടും ഉണ്ടാകുന്ന വേഗത കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അതൊക്കെ റിപ്പയർ ചെയ്യുക തന്നെ വേണം. അല്ലാതെ തന്നെ ഇൻ്റർനെറ്റൊക്കെ വേഗതയുണ്ടായിട്ടും ക്രോം ബ്രൗസറിലൂടെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റ് ലോഡാകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, അതുപോലെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വീഡിയോകൾ ലോഡാകാൻ ബുദ്ധിമുട്ടുണ്ടാകുക, പേജ് മറിക്കുമ്പോൾ ലോഡാകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക. ഇൻ്റർനെറ്റ് വേഗതയുണ്ടായിട്ടും ഇത്തരത്തിൽ നമ്മൾ നെറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് തന്നെയുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ ഫോണിൽ ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് ഒരുപാട് സുരക്ഷയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള ഈ ഒരു ഓപ്ഷൻ എവിടെയാണുള്ളത്, ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ചില ഫോണുകളിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓപ്ഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 2 ഫോണുകളിൽ ഞാൻ ഈ ഓപ്ഷൻ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ DNS എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് DNS എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ ഓപ്ഷൻ ഓഫ് ആയിരിക്കും. അപ്പോൾ ചില ഫോണുകളിൽ സ്പെസിഫൈഡ് DNS എന്നാണ് ഉണ്ടാകുക, മറ്റു ഫോണിൽ മാറ്റേണ്ടത് അത് പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉള്ളതിൽ അതിൽ ടിക്ക് മാർക്ക് കൊടുത്താൽ താഴെ അഡ്രസ്സ് കൊടുക്കേണ്ട ഓപ്ഷൻ വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത പോലെ ടൈപ്പ് ചെയ്യണം, DNS.google ഇത്രയും എഴുതിയാൽ മതി. DNS.google എന്ന് അതിൽ എഴുതിയിട്ട് നിങ്ങൾ സേവ് കൊടുക്കണം. അപ്പോൾ ചില ഫോണിൽ DNS വർക്ക് ചെയ്യണമെങ്കിൽ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എല്ലാ ഫോണിലും അല്ല, എങ്കിലും എല്ലാവരും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ DNS മാറിയിട്ട് ഗൂഗിളിൻ്റെ DNS ആണ് പിന്നീട് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുക. ഗൂഗിളിൻ്റെ DNS ആകുന്നതോടുകൂടി നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ലോഡിംഗ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ബ്രൗസിങ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ വലിയൊരു സെക്യൂരിറ്റി നിങ്ങൾക്ക് കിട്ടും. അനാവശ്യമായ ട്രാക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ഒഴിവായി കിട്ടുന്നതാണ്. ഇനി ഇത് മറ്റൊരു മൊബൈൽ ഫോണാണ്, വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ തന്നെ നിങ്ങൾ DNS എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് DNS എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അത് ഓപ്പൺ ചെയ്താൽ അതിനകത്തായിരിക്കും DNSൻ്റെ ഓപ്ഷൻ. വീണ്ടും പ്രൈവറ്റ് DNS എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. അതും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഓഫ് ആയിരിക്കും. താഴെ നിങ്ങൾക്ക് കാണാം പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോം നെയിം എന്നാണ് ഇതിലുള്ളത്. അതിലേക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നേരത്തേതുപോലെ തന്നെ DNS.google എന്ന് എഴുതാം. ഡോട്ട് ഉണ്ട് കേട്ടോ, ഒരു ഡോട്ട്, ഒരു കുത്തുണ്ട്. DNS കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഉണ്ട്, എന്നിട്ട് ഗൂഗിൾ എന്ന് എഴുതിയിട്ട് നിങ്ങളിത് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിവേഗ ഇൻ്റർനെറ്റ് ലഭിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇതേ ഓപ്ഷനിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഓഫ് ബട്ടൺ കാണാം. അതിലേക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് താഴെ സേവ് കൊടുത്താൽ ഈ DNS അങ്ങ് ഓഫ് ആയിക്കൊള്ളും. പിന്നെ ഇതിലൊക്കെ പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ നിങ്ങൾ ഇൻ്റർനെറ്റ് വേഗതയില്ലാത്തൊരു ടവറിലാണ് നിങ്ങളുടെ ഫോൺ കണക്റ്റായി കിടക്കുന്നതെങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. ഇൻ്റർനെറ്റ് വേഗതയുള്ള നെറ്റ്വർക്കിൽ കണക്റ്റായിട്ടും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിന് വേഗത കിട്ടുന്നില്ലെങ്കിൽ നമുക്കത് DNSലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.